ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടി രോഹിത്തിനെയും സബ് ജയിലിൽ ചെന്ന് കാണുന്നുണ്ട്. ആദ്യമൊന്നും രോഹിത്ത് കാണാൻ കൂട്ടാക്കിയിട്ടില്ലെങ്കിലും പിന്നീട് അലീനയോടും ബാലചന്ദ്രനോടും സത്യങ്ങൾ തുറന്നു പറയാൻ, അതായത് എന്താണ് ഉണ്ടായത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് തുറന്നു പറയാൻ രോഹിത്ത് ധൈര്യം കാണിച്ചിരുന്നു. വേറെ ആരും തന്നെ സഹായിക്കാനില്ല, അല്ലെങ്കിൽ തന്നെ ഇനി രക്ഷിക്കാൻ വേറെ ആരുമില്ല, തന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ രോഹിത്ത് അച്ഛനോട് ഉണ്ടായ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നടത്താൻ പ്ലാൻ ചെയ്യുന്നതിൽ താൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ആസൂത്രണം ചെയ്യുന്നതിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, അതിനുള്ള ധൈര്യമൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്കും ബാലചന്ദ്രന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് രോഹിത്. അങ്ങനെയാണ് അലീന ശരണ്യയെ കാണാനും ശരണ്യയോട് സംസാരിക്കാനും ഒക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ആദ്യം ശരണ്യയെ കാണാൻ അനുവാദം ബാലചന്ദ്രനിൽ നിന്ന് അലീന തേടുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ആദ്യം സമ്മതിക്കില്ല കേട്ടോ. താൻ ഒറ്റയ്ക്ക് പോണ്ട, അല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പോണ്ട എന്നാണ് ബാലചന്ദ്രൻ അലീനയോട് ആദ്യം പറയുക. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞാൻ അവിടെ പോയി എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് അച്ഛൻ എന്തായാലും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന തീരുമാനം അലീന എടുക്കുകയാണ്. അപ്പോഴും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഒന്നെങ്കിൽ കൃഷ്ണമോളെയോ മനുവിനെയോ ഗംഗ ഗോവർദ്ധനെയോ ആരെങ്കിലും കൂട്ടിയിട്ട് പോവാൻ പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്, എന്റെ മനസ്സിൽ എനിക്ക് കൂട്ടായിട്ട് ഒരു ധൈര്യമുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്, അത് മാത്രം മതി എന്റെ ധൈര്യത്തിന്, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടിട്ട് വന്നോളാം, അവിടെ എന്ത് സംഭവിച്ചാലും ഞാനൊരു സ്ത്രീയല്ലേ, അപ്പൊ അവര് കൂടുതലായിട്ടൊന്നും എന്നോട് മോശമായിട്ടൊന്നും പെരുമാറുന്നുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ധൈര്യത്തില് ബാലചന്ദ്രനോട് അലീന അനുവാദമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പോകുന്ന ദിവസം ബാലചന്ദ്രനോട് ഒന്നും പറയാതെ ബാലചന്ദ്രൻ വക്കീലിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സന്ദർഭത്തിൽ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ശരണ്യയെ കാണാനുള്ള ആദ്യ ശ്രമം അപ്പാടെ പരാജയപ്പെടുകയാണ് ചെയ്യാൻ. കാരണം ആ വീട്ടുകാര് അത്രയും മോശമായിട്ടാണ് അലീനയോട് പെരുമാറുക. അലീനയെ ഉപദ്രവിക്കാനും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം അത്രയും ദേഷ്യമാണ് ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച 4 ചെറുപ്പക്കാരുടെയും വീട്ടുകാരോട് അവർക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ അലീന നെടുമ്പരക്കൽ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞതിൽ അലീനയോട് അത്രയും ദേഷ്യമൊക്കെ അവർ തീർക്കുന്നുണ്ട്. പിന്നീട് അലീന അവിടുത്തെ വേലക്കാരി മാത്രമാണ്, ആ വീട്ടിലൊരു അംഗമല്ല എന്നുള്ളതൊക്കെ ഓട്ടോറിക്ഷ ഷാജിയിൽ നിന്ന് അറിയുന്ന ആ കുടുംബത്തിന് അത് വല്ലാത്തൊരു വിഷമാവാണ്. പിന്നീട് അലീന ശരണ്യയെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അലീനയെ എതിർക്കാനോ തടയാനോ ആ വീട്ടുകാർ ശ്രമിക്കുന്നില്ല. ശരണ്യയോട് അലീന നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ശരണ്യക്ക് പിന്നീടുള്ള അലീനയുടെ ഓരോ വരവും ശരണ്യക്കൊരു ആശ്വാസവും ഒക്കെ ആവുകയാണ്. കാരണം അലീന അത്രയും നല്ല പെൺകുട്ടി ആയതുകൊണ്ടും ശരണ്യയെ തന്റെ സ്വന്തം സഹോദരിയായിട്ട് അലീന കാണുന്നുണ്ട്. ശരണ്യയെ എങ്ങനെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് കൂടി അലീനയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അലീന ഒരു അനുജത്തിയെ പോലെ ശരണ്യയെ കാണുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി സംസാരിക്കുകയും അവളെ മോട്ടിവേറ്റ് ചെയ്യുകയും അവളെ നല്ല ചിന്തകളിലേക്ക് നയിക്കുകയും, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, സംഭവിച്ചതെല്ലാം മറന്നേക്കുക എന്ന രീതിയിലൊക്കെ അവളെ ആശ്വസിപ്പിക്കുക ചെയ്ത് അവൾക്ക് നല്ലൊരു ചേച്ചിയായി അലീന മാറുകയായിരുന്നു കേട്ടോ. അങ്ങനെ അലീനയുടെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അലീനയുടെ ആവശ്യപ്രകാരമാണ് രോഹിത്തിന് വേണ്ടി ശരണ്യ മൊഴി മാറ്റി പറയുക. അല്ലെങ്കിൽ ശരണ്യ പറയുന്നുണ്ട്, ശരണ്യക്ക് അറിയാം ശരണ്യ ആരെയാണ് ഉപദ്രവിച്ചിട്ടുള്ളത് എന്നൊക്കെ ശരണ്യക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരു ചെറു മയക്കത്തിലാണ് അതൊക്കെ സംഭവിച്ചതെങ്കിലും ആരൊക്കെ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം ശരണ്യക്ക് ഉറപ്പായിരുന്നു. അതിൽ രോഹിത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ശരണ്യക്ക് തീർച്ചയുള്ള കാര്യമാണ്. പക്ഷെ രോഹിത് എങ്ങനത്തെ ആളാണ്, രോഹിത് അവരെയൊക്കെ പ്ലാൻ ചെയ്തതിൽ രോഹിത് കൂടിയിട്ടുണ്ടോ എന്നൊന്നും ശരണ്യക്ക് അറിയില്ല. അന്ന് അവിടെ രോഹിത് ഉണ്ടായിരുന്നു എന്ന് ശരണ്യക്ക് അറിയാം. ശരണ്യനെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശരണ്യക്ക് അറിയാം. അങ്ങനെ തന്നെ ശരണ്യ പിന്നീടുള്ള കോടതി കൂടുമ്പോ പിന്നീടുള്ള വിചാരണയില് ശരണ്യ രോഹിത്തിന് അനുകൂലമായിട്ട് മൊഴി നൽകുകയാണ് ചെയ്യുക. കാരണം രോഹിത് തന്നെ ഉപദ്രവിച്ചിട്ടില്ല. അന്ന് രോഹിത് അവിടെ ഉണ്ടായിരുന്നെങ്കിലും തന്നെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ രോഹിത് ഉണ്ടായിരുന്നില്ല, രോഹിത് ബാലചന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ശരണ്യ മൊഴി മാറ്റി പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് നമ്മുടെ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. ചെറിയ ഒരു ശിക്ഷ കിട്ടും, ഗൂഢാലോചനയ്ക്ക് പങ്കെടുത്തതിന് രോഹിത്തിന് ചെറിയൊരു ശിക്ഷ കിട്ടുമെങ്കിലും പീഡന കേസിൽ നിന്ന് രോഹിത്
മോചിതനാവുകയാണ്. അതിൽ അലീനയോട് രോഹിത്തിന് തീർത്താ തീരാത്ത കടപ്പാടുണ്ടായിരിക്കും. അലീനയോടും ശരണ്യോടൊക്കെ താൻ കുറച്ചു കാലത്തേക്കെങ്കിലും താനൊരു പീഡന കേസിലെ പ്രതിയായിട്ട് ജീവിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് താൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഒരിക്കലും തന്റെ തെറ്റുകളിലേക്ക് താൻ തിരിച്ചു പോവില്ല എന്നൊക്കെ രോഹിത് തീരുമാനം എടുക്കുന്നുണ്ട്. അതില് അലീനയോട് വല്ലാതൊരു സ്നേഹം രോഹിത്തിന് ഉണ്ടാവുന്നുണ്ട്. കാരണം തന്നെ അനുജന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ രക്ഷിക്കാൻ പരിശ്രമിച്ച അലീനയെ രോഹിത്തിന് ഒരിക്കലും മറക്കാനാവില്ല. തന്നെ ഒരു അനുജനായിട്ട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു അലീന ചെയ്തിട്ടുണ്ടായിരുന്നു. താൻ ഇത്രയൊക്കെ അവളെ ദ്രോഹിച്ചിട്ടും അവഗണിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും ഒക്കെ അപമാനിച്ചിട്ടും ഒന്നും തനിക്കൊരു പ്രശ്നം വന്നപ്പോ ആപത്ത് വന്നപ്പോ തന്നെ രക്ഷിക്കാൻ അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തല്ലോ. അവൾക്ക് പറ്റാവുന്നിടത്തോളം അവൾ ചെയ്തു. ഒരുപാട് ദ്രോഹങ്ങൾ അനുഭവിച്ചു. അതൊക്കെ രോഹിത്തിന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ തന്റെ ചേച്ചിയായിട്ട് രോഹിത് അലീനയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് ഈ കേസിൽ നിന്ന് രോഹിത് പുറത്തു വന്നതിന് ശേഷമായിരിക്കും കേട്ടോ. അപ്പൊ ശരണ്യെ കണ്ട് രോഹിത്തിന് വേണ്ടി സംസാരിക്കുകയും രോഹിത്തിനെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അലീനയായിരിക്കും. അങ്ങനെ രോഹിത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ രോഹിത് നേരെ താമസിക്കുന്നത് മാമച്ചൻ അങ്കിളിന്റെയും ഗ്രേസം ആന്റിയുടെയും വീട്ടിലായിരിക്കും കേട്ടോ. അവിടെയാണ് പിന്നീട് കുറച്ചു കാലം രോഹിത് ഉണ്ടായിരിക്കുക. പിന്നീട് രേവതിക്കുട്ടിയിൽ നിന്നാണ് അലീന തന്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള സത്യമൊക്കെ രോഹിത് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാവാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരണ്യെ കാണാൻ പോകുന്നതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ആണ്. താങ്ക് യു.